അറിഞ്ഞോ മെല്ലെ മനത്ത് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മെല്ലെ മനത്ത് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ആ സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ. നീ അറിഞ്ഞോ മെല്ലെ മനത്ത് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. കൊതിച്ച് നിന്നിടാതെ കുതിച്ച് നമുക്കവിടെ പോകണോ? മടിച്ചു കൊതിച്ച് നിന്നിടാതെ കുതിച്ച് നമുക്കവിടെ പോകണോ? പറന്നു നമ്മൾ അവിരുന്നു വന്നു, പറന്നു നമ്മൾ അവിരുന്നു വന്നു. കാതനതിൻ കഥയെല്ലാം മറക്കാമടാ. നീ അറിഞ്ഞോ മെല്ലെ മനത്ത് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മെല്ലെ മനത്ത് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. തല ചുറ്റി ഞാനാകെ കുഴഞ്ഞ് കുഴ തെറ്റിപ്പോയി വീഴുമേ. കുടിച്ച് തല ചുറ്റി ഞാനാകെ കുഴഞ്ഞ് കുഴ തെറ്റിപ്പോയി വീഴുമേ. മനുഷ്യരല്ലേ നാം കുടിക്കുകിലും, മനുഷ്യരല്ലേ നാം കുടിക്കുകിലും മനസ്സിന്റെ വേദന മാറാമോടാ. നീ അറിഞ്ഞോ മെല്ലെ മനത്ത് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ആ സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ. നീ അറിഞ്ഞോ മെല്ലെ മനത്ത് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മെല്ലെ മനത്ത് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. അയ്യോ സാർ, ആരാടാ മാറ്റിയത്? അയ്യോ സാർ, ഇത് വാറ്റല്ല, പിന്നെ ഇതങ്ങ് ദുബായിന്റെ ഡിക്ഷൻ ഇട്ട് ഇറക്കിയ സാധനമാ. അങ്ങനെയും വാറ്റുണ്ടോ? ഇത് അത് മാത്രല്ല, ഇത് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലോയാ. ആണോ? പിന്നെ ഇത് ആര് പറഞ്ഞാ മാറ്റിയത്? ഇതായിരിക്കണം സാറ്. ഏതാ സാറാ? അതെ അതെ, ഞാൻ പറഞ്ഞിട്ട് സാർ. അക്ഷയ് എന്തോ ആന്റിയും തകർത്തു. ശബ്ദം ഇല്ലാണ്ടായിപ്പോയി. ഇപ്പൊ ഞാൻ ഇവിടെ കിടന്ന് കൂവിയാണ്. അതെ ചേട്ടാ, എന്തുവായിരുന്നു അത്? അല്ല, അദ്ദേഹത്തെ കുറിച്ചൊന്ന് പറയൂ. പേര് പറയൂ. പേര് പറയൂ. പേര് സുരേഷ്. സുരേഷ് ഡാൻസർ ആണോ? അല്ല, ഞാൻ മിമിക്രി ആർട്ടിസ്റ്റാ. മിമിക്രി ആർട്ടിസ്റ്റ്. എന്റെ ദൈവം, എന്തൊരു ഡാൻസ്! അസാധ്യം. കിട്ടില്ല, പൊളിച്ചാടി.
നിങ്ങളാണ് ഈ പെർഫോമൻസ് കൊണ്ടുപോയത്. ചേട്ടാ നമുക്ക് വേണ്ടി എന്തെങ്കിലും മിമിക്രി ആർട്ടിസ്റ്റ് ആണല്ലോ. ഞാനൊരു 25 വർഷമായിട്ട് പ്രൊഫഷണൽ രംഗത്തുണ്ട്. സൂപ്പർ. സൂപ്പർ. വെരി ഗുഡ് വെരി ഗുഡ്. സൗണ്ട് എടുക്കോ? സൗണ്ട് ഉണ്ട്, പിന്നെ ഒരു ചെറിയ ബലൂണിന്റെ ആക്ട് കൂടെ ചെയ്യാം. ഓ അടിപൊളി. എന്നാ എല്ലാം പോരട്ടെ. തീർച്ചയായിട്ടും ഇവിടെ എത്താനും കാണാനൊക്കെ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഞങ്ങൾ രസിച്ചു. സുരേഷേ ഭയങ്കര എനർജി രക്ഷയില്ല. കാരണം വെച്ചാൽ ഈ പാട്ടില് കൊണ്ടുപോയത് സുരേഷാണ്. അതെ. ബ്യൂട്ടിഫുൾ. അക്ഷയ് പരിചയപ്പെടുത്തു, ബാക്കിയുള്ള എല്ലാവരും പരിചയപ്പെടുത്തു. ഇത് ഹരി, ആ. എന്റെ ഫ്രണ്ട്സ് ആണ് എല്ലാവരും സാർ. ഓ ഇത് അതുൽ, എൻ്റെ പേര് സുജീഷ്. സുജീഷ്. ഇവരെല്ലാരും മറ്റേ ചാലക്കുടിയിലുള്ള. ചാലക്കുടിക്കാരാണ്. ആ സുരേഷ് ചേട്ടാ കമോൺ. ഞാനൊരു ബലൂണിന്റെ ആക്ട് ചെയ്യാണ്. അടിപൊളി. ഇത് നോർമലിൽ ഊതി വീർപ്പിക്കാൻ കുറച്ച് പാടാ. ആ അപ്പൊ എന്തായാലും ഞാൻ ഊതി വീർപ്പിക്കാണ്. ഊതി വീർപ്പിക്കാൻ മാത്രമല്ല, ആ. ഇത് വീർപ്പിക്കുമ്പോ അത്രയും വലുപ്പം വരില്ലേ, അതെ. ആ സമയത്ത് ഞാൻ അത് പൊട്ടാതെ വിഴുങ്ങുകയും കൂടെ ചെയ്യും. മഞ്ചരി എന്താ സർ? ടേക്ക് ദ ചലഞ്ച്. ഞാൻ പിന്നെ ഞാൻ ബലൂൺ വിഴുകാനോ? ഇത് ഊതി വീർപ്പിക്കണോ? വീർപ്പിക്കാൻ പറ്റുമോ? അതൊന്ന് ട്രൈ നമുക്ക് നോക്കിയേ. ടാസ്ക് കൊടുക്കാം. അതെ. നിങ്ങളൊന്ന് ഒരു ട്രൈ task. ചെയ്യും. എനിക്ക് പറ്റുന്നില്ല. മഞ്ചരി പൊട്ടിത്തെറിക്കും. അയ്യോ നിങ്ങള് ട്രൈ ചെയ്യട്ടെ. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ഊതി നോക്കി. ഇല്ലില്ല, ആഞ്ഞു പറ്റത്തില്ല. ഒന്ന് ആഞ്ഞു ഒന്ന് നോക്ക്. ഞാൻ ഊതി വെറുപ്പിച്ച്. കുറച്ച് ഒരു കാര്യം സാറിന് എടുക്കണം, കുറച്ച് വീർപ്പിച്ചിട്ട്. എന്നെ കൊണ്ട് ഇത്രേ പറ്റുന്നുള്ളൂ. ഉള്ളത് കൂടി പോയി. ഇത് നമ്മള് മറ്റേ പമ്പ് വെച്ച് ഊതി പമ്പച്ച വീർപ്പിച്ച വീർപ്പിക്കുന്ന- പൂരപ്പറമ്പൊക്കെ വീർപ്പിച്ച് തരുന്നതാണ്. സൈക്കിൾ പമ്പ് ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു. ജഡ്ജസ് തോറ്റോ? ആ, തോറ്റു. ഞാൻ ചെയ്തോട്ടെ, ഞാൻ ചെയ്തോട്ടെ. ശരി ശരി ശരി. അങ്ങനെയാ സമയത്ത് പിടിക്കും. ഒരു പഞ്ചിന് ഇങ്ങനെ കളിച്ചാലേ അത് വരും. ചേട്ടാ ഡാൻസ് ഉണ്ടോ? ആഹാ നീ താഴോട്ട് തടവ്. ദൈവമേ. എന്താ അമ്മച്ചി? അയ്യോ ഇതിപ്പോ ഇതിന്റെ അറ്റമോടെ അല്ല, അടിയിലോ? ഇതൊക്കെ താഴെ കൂടിയാണോ എടുക്കണേ തിരിച്ച്? ചേട്ടാ ചേട്ടാ എങ്ങനെ മിണ്ടും? മിണ്ടാൻ പറ്റും. ഇല്ല, ഏറെ കയറിയില്ലേ? താങ്ക് യു. ചേട്ടാ സൂപ്പർ. സൂപ്പർ. ഉഗ്രൻ ഞെട്ടിച്ചളഞ്ഞു. നമുക്കിത് എന്തേലൊക്കെ ചെയ്യാൻ. നമുക്ക് ഇത് തലയിൽ റിബൺ പോലെ. നമുക്ക് ഇത് കാറ്റില്ലാതെ തന്നെ വിഴുങ്ങാൻ പറ്റില്ല. ചേട്ടൻ മിമിക്രി അത് ചെയ്തില്ല. അല്ല മിമിക്രി ആരുടെ ശബ്ദം എടുക്കും? അതെ ഞാന് ഇപ്പം മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്കിറ്റിലാണ്. ആഹാ. എന്നാലും വേണമെങ്കിൽ സ്റ്റാർ ചെയ്യുന്ന മാത്രം. എന്തായാലും ഒരു ഒരു സന്തോഷം. ഞങ്ങൾക്ക് ഒരു ആഗ്രഹം പ്ലീസ്. ഒരു സ്റ്റാർ. ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന ശബ്ദം. ഓക്കെ ഇത് ആകാശത്തൂടെ പോകുന്ന ശബ്ദമല്ല, ഗ്രൗണ്ടിലൂടെ റൺവേയിലൂടെ ഓടി പോകുന്ന ആകാശത്തേക്ക് മറിഞ്ഞു പോകുമ്പോഴുള്ള ശബ്ദ വേരിയേഷൻ. ഓക്കെ ടേക്ക് ഓഫ്. ഓക്കെ. സൂപ്പർ. അടിപൊളി. സെവൻ സെവൻ. ഇനി നമ്മുടെ മലയാളത്തിന്റെ ഏറ്റവും വലിയ നടൻ, അദ്ദേഹം വിശ്രമത്തിലാണ്. ആരോഗ്യ സൗഖ്യങ്ങൾ സർവേശ്വരൻ അദ്ദേഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കിലുക്കം എന്ന സിനിമയിലെ ശബ്ദം ജഗതി ചേട്ടന്റെ ശബ്ദം. ഓക്കെ. ആഹാ. അയ്യോ
എന്തോടെ പറഞ്ഞത്? പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അല്ലടോ പുല്ലേ, ഇത്രയും നാളും നീ ലവള് കൂടെ അടിച്ചു പൊളിച്ച് നടന്നത് എന്റെ കാശ്. ഇത്രയും നാളും നീ ലവള് കൂടെ ഒട്ടുത്തൊരുക്കി നടന്നത് എന്നിട്ടിപ്പം നീ ലവള് കൂടെ കാട്ടിക്കൂട്ടിയ തോന്നിവാസത്തിന് എനിക്ക് തട്ടപ്പെട്ടത് എന്റെ മൂക്ക്, എന്റെ കണ്ണ്, എന്റെ തല. വിളിച്ചോട് പോണേ സാധനത്തിനെ ഹർത്തി മുത്തുപ്രാന്തായതായി. മിക്കവാറും ഞാനിന്ന് ബസ് ചാകും. അങ്ങനെയെങ്കിലും സമൂഹത്തിലെ സമൂഹം കൊടുക്ക് തീർക്കട്ടെ ആർത്തി പൊണ്ണറപ്പ്. എനിക്ക് വശക്കുന്നു, എനിക്ക് വെച്ച് കീറല്ലായിരുന്നോ? എവിടെങ്കിലും കൊണ്ട് കളയടേ. വെൽക്കം ദ ഊട്ടി, നൈസ് ടു മീറ്റ് യു. പാതിരാത്രിക്ക് നിന്റെ അപ്പം കൊണ്ട് വെച്ചിട്ടുള്ള ചിക്കനും പൊറോട്ടയും പോടേ. ഇനി ഒരു തരത്തിലുള്ള ശബ്ദങ്ങൾ ചെയ്യാം. മറ്റാരുമല്ല, നമ്മുടെ മലയാള സിനിമയിലെ എക്കാലത്തെ ലെജൻഡാണ്. ഏത് വേഷം നമ്മളെ ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും, വിസ്മയിപ്പിക്കും, സങ്കടപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു മഹാനടൻ. അദ്ദേഹത്തിന്റെ സ്ഥാനം ദൈവസന്നിധിയിലാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നസെന്റ് ചേട്ടൻ. ഓ വരും. എല്ലാവരും ഒന്ന് നോക്കി. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്? ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. പറ്റിച്ചു. എടോ കണ്ണി ചോരയില്ലാത്തവനെ, എനിക്കറിയോ? ഞാൻ 3 ദിവസമായി കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് അതിനെങ്ങനെയാ ഉറങ്ങാൻ നേരത്ത് നീ എന്റെ മുന്നിൽ ഇങ്ങനെ ഭൂതം പോലെ വന്ന് നിക്കല്ലേ? ഞാനില്ല സത്യം തുറന്നു പറയാൻ പോവോ. എനിക്ക് വയ്യാന്ന്. ഇവിടെ നീ എവിടേക്കാണ് പൊട്ടം കൂടെ പങ്കിട് നോക്കണേ? ഇവിടെ നീ എന്താ പൊട്ടം കളിക്കുക? ഒരു വിറകും കൊള്ളിയും കടിച്ചു പിടിച്ച് ഈ 4 അണയ്ക്ക് കൊള്ളാത്ത ഈ ലോഡ്ക്ക കാറിലിങ്ങനെ ഞെളിഞ്ഞിരുന്ന സായിപ്പാവില്ല. നിന്നെ ശരിയാക്കിയാടാ മോരട്ട് കാളെ. നീ ഇപ്പൊ വിചാരിക്കണ്ടാവും മൂർഖം പാമ്പിനെയാണല്ലോ ഈശ്വര ഞാൻ പാല് കൊടുത്തു വളർത്തിയത്. അതേടാ, നീ മൂർഖം പാമ്പിനെ തന്നെ പാല് കൊടുത്തു വളർത്തിയത്. ഇനി ഇവിടെ നിന്ന് ഞാൻ മുട്ടുകാലിട്ട് ഞാൻ കൊല്ലും. എടാ പോടാ. എന്തായാലും വേണ്ടില്ല, ഇവിടെ വരാനും നിങ്ങളൊക്കെ മുന്നിൽ ഇങ്ങനെ നിൽക്കാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. സുരേഷ് കലക്കി, അടിപൊളി. അക്ഷയ് നീ പോയിക്കോ, ഇന്ന് സ്റ്റേജ് പുള്ളി വിഴുങ്ങി. സന്തോഷം. ഞാൻ 25 വർഷമായിട്ട് ഫീൽഡിലുണ്ടെങ്കിലും പ്രൊഫഷണൽ രംഗത്തുണ്ടെങ്കിലും എനിക്ക് ഫ്ലോറിൽ അങ്ങനെ കളിച്ച് പരിചയമില്ല. ഇനി അങ്ങനെ ആവട്ടെ, സ്ഥിരം വേദികളാവട്ടെ. എന്തായാലും സുരേഷ്, ഇനിയിപ്പോ അങ്ങോട്ട് സുരേഷിന്റെ സമയമാണ്. അതെ, അനുഗ്രഹം കിട്ടി കഴിഞ്ഞല്ലോ, ഒന്നും പഠിക്കല്ല. സോറി, ഇവിടെ ഒരുത്ത നിപ്പുണ്ട്. ഇവന്റെ പെർഫോമൻസ് വേഗം പറഞ്ഞു തീർക്കാം നമുക്ക്. അതിനു മുന്നേ ആര് പറഞ്ഞിട്ടാ ഇവിടെ വാറ്റിയെന്ന് പറഞ്ഞേ? ശ്രീകുട്ടൻ ചേട്ടനെയാണ് ചൂണ്ടിക്കാണിച്ചത്. അത് ഇങ്ങോട്ട് ചൂണ്ടിക്കാണിച്ച പിന്നെ അത് ഞാനായി. ഞാൻ ഷാനിക്കനെ ഉദ്ദേശിച്ചു. അത് പിന്നെ ഡിക്ഷൻ കേട്ടില്ലേ? ഡിക്ഷൻ ഇട്ട് വാച്ചണമെങ്കിൽ അത് ഷാനിക്കല്ലേ? അതാണല്ലേ പരിപാടി. ദുബായിൽ പറഞ്ഞല്ലേ? അത് ഡിക്ഷൻ എല്ലാം വന്നപ്പോ തന്നെ ഷാനിക്കാന്ന് മനസ്സിലായി. ദുബായിന്ന് ഡിക്ഷൻ ഇട്ട് മാറ്റിയ സാധനം. എന്നാ പിന്നെ നമുക്ക് ആ ഡിക്ഷൻ വിട്ട് മാറ്റിയ സാറിനോട് തന്നെ ചോദിക്കല്ലേ? ഷാനിക്ക, അക്ഷയ് നന്നായിരുന്നടാ. പെർഫോമൻസ് റൗണ്ട് വെച്ച് നോക്കുമ്പോൾ ആ മൊത്തം കളറായിരുന്നു. അദ്ദേഹം വന്നതോടു കൂടിയാണ് ആ സ്റ്റേജിന്റെ എനർജി കംപ്ലീറ്റ് അങ്ങ് മാറിയത്. അത് സുരേഷ് ഏട്ടൻ അങ്ങ് കൊണ്ടുപോയി. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ എൻട്രിയിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇങ്ങനെ ഒരു ക്യാരക്ടർ സ്വിച്ച് ഉണ്ടാവും എന്നുള്ള കാര്യം. അപ്പോൾ ആസ് എ ഹോൾ ആക്ട് ഇറ്റ് വാസ് റിയലി ഗുഡ്. എനിക്കൊന്ന് മദ്യം വെച്ചിട്ട് പാടുന്ന പാട്ടാണ്. അപ്പോൾ നമുക്കത് കറക്റ്റ് പിച്ചിൽ അല്ലെങ്കിൽ കറക്റ്റ് ശ്രുതിയിൽ പാടുക എന്നൊക്കെ പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഇത് കുറച്ചധികം പിച്ച് ഔട്ടിലേക്ക് പോയോ ശ്രുതിയിൽ നിന്ന് ഔട്ട് പോയോ എന്നുള്ളൊരു ഇതുണ്ട്. അതർവൈസ് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്. നല്ല എന്റർടൈനിങ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് റൗണ്ടിന് ചേർന്നൊരു പെർഫോമൻസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. MG സർ, എന്തായാലും നല്ല പെർഫോമൻസ്. എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇനി പറയേണ്ട കാര്യമില്ല, കാരണം തെളിയിച്ചു നിങ്ങൾ. പിന്നെ മോൻ്റെ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പാട്ട് ട്രാക്ക് പാടിയ ഞാനാണ്. വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ചുനക്കര സാറ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. കാരണം ചന്ദനക്കുറിയുമായി വാ, അദ്ദേഹം ശ്യാം സാറുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഒരു സമയത്ത് ഒരുപാട് പടങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം എന്നെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിനെയും എല്ലാവരെയും കൊണ്ട് മദ്രാസിൽ പരിചയപ്പെടുത്തും. അപ്പം ഞാൻ 3rd ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ അങ്ങോട്ട് പോകാൻ പറയും. അദ്ദേഹം ഫ്ലൈറ്റിലൊക്കെ പോവും. ഞാൻ ഈ 3rd ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ മദ്രാസിൽ പോയി ഇറങ്ങി അദ്ദേഹം താമസിക്കുന്നിടത്ത് പോയിട്ട് നിൽക്കും.
അപ്പം സ്റ്റുഡിയോയിൽ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകും. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് AVM RR എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട്. സമ്പത്ത് സാറാണ് അവിടുത്തെ റെക്കോർഡ്സ്. അവിടെ ചെന്ന് ഈ പാട്ട് മോഹൻലാലിനും മാള അരവിന്ദനും വേണ്ടിയിട്ട് ഞാൻ ട്രാക്ക് പാടുന്നു. ട്രാക്ക് പാടി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ എല്ലാം ഗാനഗന്ധർവൻ ദാസേട്ടൻ ഇതിനകത്ത് വേറൊരു പാട്ട് പാടാൻ വരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അവിടെ ഇരിക്കും. അങ്ങനെ ഞാൻ കൺസോളിൽ പോയിട്ട് അതിൻ്റെ സൈഡിലിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ ഓർമ്മകളാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് അന്ന് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഒരു അന്തേവാസിയായിട്ട് ചുനക്കര സാറിൻ്റെ റൂമിൻ്റെ വെളിയിലത്തെ ഉള്ള ചെറിയൊരു ഒരു സോഫയുണ്ട്, അതിലാണ് കിടന്നുകൊണ്ടിരുന്നത്. പാംഗ്രൂ ഹോട്ടൽ. എന്നെ ദാസേട്ടൻ കാറിൽ പാംഗ്രൂവിൽ കൊണ്ടുവിട്ടിട്ട് പോയി. അങ്ങനെ ഒരു ഓർമ്മ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഈ ട്രാക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പാടിയതിൽ വെച്ചിട്ട് മോൻ ഇത്തിരി എക്സ്പ്രഷൻസ് കൂടുതൽ വന്നോ എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ചരണം എങ്ങനെയാണിത്? കുടിച്ചു തല ചുറ്റി ഞാൻ ആകെ കുഴഞ്ഞ് കുഴ തെറ്റിപ്പോയി വീഴുമേ. ആ അത്രേ ഉള്ളൂ മോനെ. ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇത്തിരി, അത് വേറൊന്നുമല്ല, ഒരു ആവേശം വന്നപ്പോൾ വന്നു പോയതാ, തെറ്റൊന്നുമല്ല കേട്ടോ. അപ്പോൾ ശ്രുതിയൊക്കെ ഒന്ന് നോക്കിയാൽ മതി. പക്ഷേ ഇതിനകത്തൊക്കെ ശ്രുതി നോക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം വേറൊന്നുമല്ല, ഈ വെള്ളം അടിച്ചോണ്ട് പാടുന്നതിൽ എവിടെയാ ശ്രുതി? അങ്ങനെ ഒരു ആക്ട് പിടിച്ചോണ്ടാണ് സാർ. ആ കുഴപ്പമില്ല, സോറി സാർ. അടിപൊളിയായിട്ട്. എന്തിനാ എൻ്റെ സോറി അല്ല, നന്നായിരുന്നു. ഞാൻ പറഞ്ഞത് അതിനകത്തുണ്ടായിരുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഒരു എഫക്റ്റ് കൊടുത്തു എന്നുള്ള മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നന്നായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ മോഹൻലാലുമായിട്ട് ഞാൻ ഏതോ ഒരു ഷോയിൽ ദുബായിൽ ഞാൻ പാടിയത് ഈ യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഈ നീ അറിഞ്ഞോ മേലെ മാനത്ത് ഇല്ലേ, കണ്ടായിരുന്നോ? ആ ശരി, സുരേഷ് മിടുക്കൻ. നീ അറിഞ്ഞോ ഞാൻ സ്റ്റേജിൽ പാടി പെർഫോം ചെയ്യുന്നതാ, അതുകൊണ്ട് എനിക്ക് അറിയാൻ കണ്ടിട്ടുണ്ട്. പാടാറുണ്ടോ? അതിന് പല്ലവി ഒന്ന് പാടിക്കേ, ശ്രുതി ഒന്ന് കൊടുത്തേ നോക്കട്ടെ. അടിച്ചു തല ചുറ്റി ഞാൻ ആകെ അടിച്ചു കുഴ തെറ്റിപ്പു വീഴുമേ. മനുഷ്യരല്ലേ നാം കുടിക്കുകിലും, മനുഷ്യരല്ലേ നാം കുടിക്കുകിലും, മനസ്സിന്റെ സമതല മാറാമോടാ. അറിഞ്ഞോ മേലെ മാനത്ത് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ആ സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ. ഹൈലൈറ്റ്. ഇല്ല അണ്ണാ, നമുക്ക് ഇവനെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് ഇദ്ദേഹത്തിന് ഇവിടെ നിർത്തിയാലോ മത്സരിപ്പിക്കാൻ. എന്തായാലും മോനെ സാർ ടോട്ടലി നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ശരത് സാർ. ചക്കരെ സാർ എടാ ചക്കരെ, നിന്റെ ആക്ട് വണ്ടർഫുൾ ആയിരുന്നു. താങ്ക് യു സാർ. അത് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഈ സുരേഷ് വന്നതിന് ശേഷം പിന്നെ നിന്നെ ഞങ്ങൾക്ക് നോക്കിയിട്ടേ ഇല്ല. നീ ഉണ്ടോന്ന് തന്നെ അറിഞ്ഞൂടാ, ആ ഒരു അവസ്ഥയായിരുന്നു. സുരേഷ് അസാധ്യമായിരുന്നു കേട്ടോ. നമ്മൾ കുറേ രസിച്ചു. അത് ഉഗ്രമായിട്ട് ചെയ്തു, എല്ലാം ചെയ്തു. മറ്റേ ഒരു പുഴുവിന്റെ കൂട്ടൊരു ഡാൻസ് ഉണ്ടായിരുന്നു, വിചാരിച്ചു അത് നല്ല രസമായിരുന്നു. ഒന്ന് പഠിച്ചാലോ? അപ്പൊ ചക്കരെ അത് കൊള്ളാം. പക്ഷെ എന്നാലും നമ്മൾ വെള്ളമടിച്ചാലും കുറച്ചും കൂടെ ഒക്കെ ശ്രുതി ഒന്ന് ചേർത്ത് പിടിച്ച് കഥ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് പറയണം. വെള്ളമടിച്ചാൽ എന്തോന്നും നാക്കല്ലേ. എന്നാലും കുഴപ്പമില്ല, നന്നായിരുന്നുടാ. ഈ ഒരു ആക്ട് ബ്യൂട്ടിഫുൾ ആയിരുന്നു. പാട്ടിന്റെ കാര്യം കുറച്ചും കൂടെ വണ്ണം പറഞ്ഞില്ലേ, ഈ ഓവർ വെള്ളിയും വ്യാഴവും ആയിരുന്നു. അത് കുറച്ചിട്ട് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്താൽ നന്നാവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ചേച്ചി. അക്ഷയ് ചേച്ചി കിടിലം പെർഫോമൻസ്. താങ്ക് യു ചേച്ചി. സൂപ്പർ. അക്ഷയന്റെ പാട്ട് സെലക്ഷൻ, പിന്നെ ടീം സെലക്ഷൻ, എല്ലാം കൊണ്ടും സൂപ്പർ. താങ്ക് യു ചേച്ചി. ഞാൻ എൻജോയ് ചെയ്തു ആദ്യം മുതൽ അവസാനം വരെ. ശരിക്കും കണ്ടെടുക്കാൻ തോന്നില്ല, അത്ര മനോഹരമായ ഒരു പെർഫോമൻസ്. പിന്നെ അദ്ദേഹത്തെ പറ്റി പറയാണ്ടിരിക്കണ്ട, ഫുൾ ടൈം ഡാൻസ് ചെയ്തു, ഇങ്ങനെ സ്പ്രിങ് പോലെ നിന്ന് തുള്ളാണ് സ്റ്റേജിൽ. അതും അക്ഷയുടെ കൂടെ ഉണ്ടായിരുന്ന ആക്റ്റും എല്ലാം രസമുണ്ടായിരുന്നു. വെരി ബ്യൂട്ടിഫുൾ, നല്ല കളർഫുൾ ആയിരുന്നു. ഈ ഒരു സെറ്റപ്പ് മൊത്തത്തിൽ കലക്കി. പിന്നെ നമ്മുടെ ഓർക്കസ്ട്ര പൊളിച്ചടുക്കി വായിച്ചു. ഞങ്ങൾ എല്ലാവരും അങ്ങ് എൻജോയ് ചെയ്തു. എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ആ ഒരു, ഇപ്പം നമ്മൾ ഈ പാട്ട് സിനിമയിൽ കേട്ടപ്പോൾ അതിനകത്ത് കുറച്ചുകൂടി ഒരു മെലഡിക്ക് ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അതേപോലെ ലാലേട്ടൻ പാടുമ്പോഴായാലും അതിനൊരു സ്വീറ്റ്നെസ്സും ഉണ്ട് പാടുന്നതിൻ്റെ. അപ്പം മോൻ ഇതിൽ കംപ്ലീറ്റ്ലി എക്സ്പ്രഷനിൽ മാത്രം ശ്രദ്ധിച്ച പോലെ ഒരു ചെറിയ അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് ആ മെലഡിയിലും ആ ശ്രുതിയിലും ഒന്ന് ചേർന്നിരുന്നെങ്കിൽ ഫീൽ മാറിയേനെ. അല്ലാതെ ഇറ്റ് വാസ് വെരി ഗുഡ്. കാരണം ശരിക്കും ഒരു പെർഫോമൻസ് പോലെ, കോമ്പറ്റീഷൻ അല്ലായിരുന്നെങ്കിൽ ഒരു പെർഫോമൻസ് തന്നെ പൊളി. താങ്ക് യു ചേച്ചി. ഗോഡ് ബ്ലെസ് യു ഡാ. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് വെക്കാം. ചോദിക്കാം. അക്ഷയ് ഇക്ക
8.6. താങ്ക് യു താങ്ക് യു ഷാനിക്ക. ശരത് സർ. 8.6. താങ്ക് യു താങ്ക് യു സർ. ചേച്ചി. പെർഫോമൻസും കൂടി കൂട്ടിയിട്ട് 8.7. താങ്ക് യു ചേച്ചി. താങ്ക് യു. എം ജി സർ. ഇതാ കിടക്കട്ടെ. ഓക്കെ, സോ ടോട്ടൽ 25.9. സൂപ്പർ.